ഹായ്, ഇപ്പോൾ നമ്മൾ ഗുണ്ടൽപ്പെട്ടിലാണുള്ളത്. ഗുണ്ടൽപ്പെട്ടിൽ നിന്നാൽ നമ്മൾ താമസിച്ച റെസിഡൻസിയാണ്, ഗ്രീൻ വാലി റെസിഡൻസിയാണ്. നമ്മൾ ഓയോയിൽ ബുക്ക് ചെയ്തതാണ് ഈ ഹോട്ടൽ. അപ്പോൾ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റും AC റൂമൊക്കെയാണ്. 900 രൂപയ്ക്ക് നമുക്ക് റൂം കിട്ടിയത്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഇനി ഗോപാൽസ്വാമി ഹിൽസിലേക്ക് പോവുകയാണ്. അപ്പം ഞാനും ഷാനവാസ് സാറും ഉണ്ട് കൂടെ. സാധാരണ ചെയ്യുന്ന വ്ളോഗിനെക്കാട്ടും ഒരു വ്യത്യസ്തമായ വ്ളോഗായിരിക്കും. ഇക്കുറി ഞങ്ങൾ രണ്ടുപേരാണ് ഈ വ്ളോഗ് ചെയ്യുന്നത്. അപ്പം കാണാം. കർണാടകയിലെ ചാമരാജനഗർ ജില്ലയിലെ ഗുണ്ടൽപേട്ട് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഫോറസ്റ്റുമായി അതിർത്തി പങ്കിടുന്നു. മൈസൂർ ഊട്ടി റോഡിൽ ശ്രീഹഗ്ലയ്ക്ക് അടുത്തായിട്ടാണ് ഹിമവൽ ഗോപാൽസ്വാമി ഹിൽസിൻ്റെ കവാടം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഏകദേശം 6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഹിമവൽ ഗോപാൽസ്വാമി ഹിൽസിൽ എത്താം. തണ്ണിമത്തൻ, പിന്നെ അതുപോലെ കോളിഫ്ലവർ, ക്യാബേജ്, ഇതൊക്കെ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് പൂക്കളാണ്. ഇപ്പോൾ സൂര്യകാന്തി വിളഞ്ഞു നിൽക്കുകയാണ്. സൂര്യകാന്തി പാടങ്ങൾ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട്. അതുപോലെ നമ്മുടെ കേരളത്തിൽ ഓണത്തിൻ്റെ സീസണാകുന്ന സമയത്ത് ഇവിടെ ചെണ്ടുമല്ലിയും വാടാമല്ലിയും ഇങ്ങനെ ധാരാളം കൃഷികൾ കാണാം. നല്ല മനോഹരമായ കാഴ്ചയാണ്. അമ്പലത്തിൻ്റെ താഴെ നിന്ന് താഴെ വരെ മാത്രമേ നമുക്ക് നമ്മുടെ വണ്ടിയിൽ പോകാൻ പറ്റൂ. അവിടെ പാർക്ക് ചെയ്തിട്ട് KSRTC, അതായത് കർണാടക RTCയുടെ ബസ്സിൽ ഒരാൾക്ക് 20 രൂപ ചാർജ് കൊടുത്താൽ നമുക്ക് മുകളിലെത്താം. അത് ട്രാഫിക്കിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാകും. താഴേക്കും മുകളിലേക്കും 20 രൂപ ചാർജാണ്. പെട്ടെന്ന് കോടമഞ്ഞ് വരികയും അതുപോലെ തന്നെ മാറിപ്പോവുകയും ചെയ്യുന്നൊരു സ്ഥലമാണിത്. കർണാടകയിലുള്ള ധാരാളം ഭക്തരാണ് ഇങ്ങോട്ട് എത്തുന്നത്. അതുപോലെ കേരളത്തിൽ നിന്നും ബാക്കിയുള്ള സ്ഥലത്തു നിന്നൊക്കെ ടൂറിസ്റ്റുകളാണ് അധികം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സദാസമയം ഇവിടെ നല്ല കാറ്റാണ്. ഈ അമ്പലത്തിൻ്റെ മുകളിൽ നിന്നാൽ ഭയങ്കര കാറ്റാണ്. എപ്പോഴും കാറ്റടിക്കുന്ന സ്ഥലമാണ്. അതുപോലെ കോടമഞ്ഞ്. ഈ മലമുകളിൽ നിന്ന് നോക്കിയാൽ ശരിക്കും നമുക്ക് ഗുണ്ടൽപേട്ടിൻ്റെ വിദൂര ദൃശ്യങ്ങൾ, പൂപ്പാടത്തിൻ്റെയും അതുപോലെ ടൗണിൻ്റെയും അതായത് കൃഷിയിടങ്ങളുടെയൊക്കെ വിദൂര ദൃശ്യങ്ങൾ, നല്ല രസമുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ചുറ്റിലും നോക്കിയാൽ. ഈ ഭാഗ്യം ഉണ്ടെങ്കിൽ ചില സമയത്ത് നമുക്ക് ഇവിടെയൊക്കെ ആനകളെയൊക്കെ കാണാം. ആനകളും മാനൊക്കെ ഈ പുൽമേടുകളിലൊക്കെ മേഞ്ഞ് നടക്കുന്നത് കാണാം. പ്രത്യേക ഒരു കാര്യമുണ്ട്, ഇത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ നമുക്ക് അനുവദിച്ച സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ പോകാൻ പാടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ പോകുന്നത് ശിക്ഷാർഹമാണ്, ഫൈൻ ഉണ്ടാവും. അപ്പം ഇവിടുന്ന് ഈ അമ്പലത്തിൻ്റെ പ്രീമിസസിൽ നിന്ന് അധികം വിട്ടു പോവാതിരിക്കുക. അത് കാരണം ഇതൊരു ടൈഗർ റിസർവിൻ്റെ ഭാഗം കൂടിയാണ്. ഈ കുന്നിൻ്റെ മുകളിലെ ഈ അമ്പലം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2200 അടി മുകളിലാണ്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടാവും ഇവിടെ. അതുപോലെ നല്ല കാറ്റും ഉണ്ടാവും.
ഇപ്പം നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിൽ നമ്മൾ ആ കുന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോകുമ്പോൾ നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്നാൽ നല്ല തിരക്കായിരുന്നു. ഫസ്റ്റ് വണ്ടി അല്ലെ സെക്കൻഡ് വണ്ടി അങ്ങാണ്. വണ്ടികൾ കുറവായിരുന്നു. അന്നേരം വണ്ടി സർവീസ് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല റഷായിരുന്നു. നമ്മൾ നിന്നാണ് ഇങ്ങോട്ട് കയറി വന്നത്. ഇപ്പം നമ്മൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സീറ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇഷ്ടംപോലെ ബസ്സൊക്കെ ആയി. അപ്പം നമുക്ക് സീറ്റൊക്കെ കിട്ടി. അപ്പം നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ച അപ്പം തന്നെ നോക്കിയാൽ മതി. ഈ ഗുണ്ടൽപേട്ടിലെ പൂപ്പാടങ്ങളുടെ ദൂരക്കാഴ്ചകൾ കാണാം. ആ മഞ്ഞ നിറത്തിൽ ഇങ്ങനെ സൂര്യകാന്തി പൂക്കൾ പാടമാണ് കാണുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കുന്ന മലയാള സിനിമ ഓർമ്മ വരില്ലേ? അത് തന്നെ ആ സിനിമ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ബന്ദിപ്പൂരേക്കാണ്. ബന്ദിപ്പൂർ, അത് കഴിഞ്ഞ് മുതുമല, അതായത് ബന്ദിപ്പൂർ കർണാടകയാണ്. അത് കഴിഞ്ഞിട്ട് ആ ഫോറസ്റ്റ് കഴിഞ്ഞ് മുതുമല എത്തും. മുതുമല തമിഴ്നാടിൻ്റെ ഭാഗമാണ്. മുതുമല ഫോറസ്റ്റ് കഴിഞ്ഞു നമ്മൾ അവിടുന്ന് ഗൂഡല്ലൂരെത്തി. ഗൂഡല്ലൂരിൽ നിന്ന് തിരിച്ച് പാട്ടവയൽ വഴി സുൽത്താൻ ബത്തേരി എന്ന് നമ്മൾ തിരിച്ചു പോകണം. ഇപ്പം നമ്മൾ ശരിക്ക് ബന്ദിപ്പൂരിൻ്റെ എൻട്രൻസിലെത്തി. ഇവിടെയാണ് യാത്രി വണ്ടിയൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന സ്ഥലം. ചെക്ക് പോസ്റ്റാണ്. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ചെക്ക് പോസ്റ്റാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെയാണ് യാത്ര ബ്ലോക്ക് ചെയ്യുന്ന സ്ഥലം. ഇനി അങ്ങോട്ട് കാടാണ്. കാട്ടിൽ നമുക്ക് വേഗത കുറച്ച്, പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും. ഈ യാത്രയിൽ തന്നെ നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റും ഭാഗ്യമുണ്ടെങ്കിൽ. ഈ കാട്ടിനുള്ളിൽ കാര്യന്ന അല്ലെ വനത്തിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് മൃഗങ്ങളെ കാണാം. ഇപ്പോൾ സഫാരി പോയാൽ തന്നെ മൃഗങ്ങളെ കാണാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. അതൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും. നമുക്ക് നോക്കാം എന്തെങ്കിലും മൃഗങ്ങളെയൊക്കെ കാണുന്നുണ്ടോ എന്ന്. ഇപ്പം നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലാണ്. എന്ത് ഗ്രീനറിയാന്ന് നോക്കിയേ. ഈ മഴയൊക്കെ നോക്കിയേ. ആ ഭാഗത്ത് കണ്ടോ ഒരു കൂട്ടം മാനിനെ കണ്ടോ? ഭാഗ്യം കൊണ്ട് നമുക്ക് കാണാൻ പറ്റും. എത്ര മാനാന്ന് നോക്കിയേ, ഒരുപാട്. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ വണ്ടി നിർത്താൻ പാടില്ല എന്നൊക്കെ റൂളുണ്ട്. ഫോട്ടോ എടുക്കാൻ പാടില്ല, പിക്നിക്ക് പാടില്ല എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇത് കണ്ടാൽ നിർത്തിപ്പോവും, ഫോട്ടോ എടുത്തു പോവും. നമുക്ക് ഭാഗ്യം തന്നെ ഉണ്ടാകും. ഇഷ്ടം പോലെ മാന ഇങ്ങനെ കൂടി നിൽക്കുന്നൊരു കാഴ്ച, വളരെ മനോഹരമായ കാഴ്ച. എന്ത് ഗ്രീനറി. മഴ പെയ്യാം. ഇപ്പം മഴക്കാലമായതുകൊണ്ടായിരിക്കും നല്ല ഗ്രീനറിയാണ്, നല്ല പച്ചപ്പുണ്ട്.